അമ്മ, എന്റെ മോള്, അവളെ ഞാൻ അറിയാതെ വഴക്കു പറഞ്ഞു. എന്റെ കുഞ്ഞിനിങ്ങനെ വരുമെന്ന് ഞാൻ ഓർത്തില്ല അമ്മ. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എന്തിനാ അമ്മ ദൈവങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത്? പ്രിയേ, നീ ഇങ്ങനെ കരയാതെ മോളെ. ഡോക്ടർ അകത്ത് പരിശോധിക്കല്ലേ. നമ്മുടെ കുഞ്ഞിനൊരു ആപത്തും ദൈവം വരുത്തൂല. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എന്റെ മോളെ എനിക്ക് വേണം. കണ്ണു നോക്കും മോളെ. ചേച്ചി ഇങ്ങനെ കരയാതെ. എന്തായാലും ഇത് വലിയ ആശുപത്രിയല്ലേ, ഐശുവിനെ അവര് നന്നായി നോക്കിക്കോളും. ഒന്നും സംഭവിക്കില്ല. എന്റെ കുഞ്ഞിന് എന്തിനാ ദൈവമേ ഇങ്ങനൊരു വിധി? മോളെ ചേച്ചി, രാജു, നമ്മുടെ ഐശുവിന് എന്താ പറ്റിയെന്ന് ചോദിക്കും. എനിക്ക് എന്റെ മോളെ കാണണം രാജു. നീ ഡോക്ടറോട് ഒന്ന് പറയോ? എന്താ കാര്യം? ചേച്ചി കരയാതെ. ഇങ്ങനെ കരയാതെ. രാജു ഡോക്ടറോട് സംസാരിക്കും. രാജു, ഐശുവിന് എന്താ പറ്റിയെന്ന് ഡോക്ടറോട് ഒന്ന് ചോദിക്കും. ഡോക്ടർ, ഡോക്ടർ, എന്താ കുഞ്ഞിന് സംഭവിച്ചേ? കുട്ടിക്ക് ഒരു MRI സ്കാൻ ഉടനെ ചെയ്യണം. ചെയ്തോളൂ ഡോക്ടർ, എന്ത് വേണേലും ചെയ്തോളൂ. കാശ് എത്ര ചെലവായാലും പ്രശ്നമില്ല. ഇങ്ങനെ ടെൻഷൻ ആവാതെ പുറത്ത് വെയിറ്റ് ചെയ്യും. മരുന്നിന്റെ പോൽ ഉറങ്ങുന്ന ഋതികയുമായി രാജ്യതുവരെ എത്തിയില്ലല്ലോ അമ്മേ. സമയം ഒരുപാടായി. അവൻ അവളെയും കൊണ്ട് വല്ല ആശുപത്രിയിലായിരിക്കും. പാവം ഋതിക രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയെന്ന് എല്ലാരും വിചാരിക്കും. അമ്മാവന്റെ കയ്യിൽ നിന്ന് അവള് മേടിക്കും, അത് ഉറപ്പാ. അമ്മേ, രണ്ടുപേരും ചേച്ചി എക്സാമിന് തോക്കണെന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു. അവരെന്ത് പ്രാർത്ഥിച്ചാലും നമുക്കെന്താ മോളെ? ഋതുമോള് നന്നായി പഠിച്ചിട്ടാ എക്സാമിന് പോയിരിക്കുന്നത്. ഋതുമോള് നന്നായി എക്സാം എഴുതി കാണും. അത് ശരിയാ. എഴുത്. നീ അവരെ നോക്കിക്കൊണ്ടിരിക്കാതെ ഇവിടെ എഴുതാൻ നോക്ക്. പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് ആ നിൽക്കുന്ന രണ്ടെണ്ണത്തിന്റെ കൺമുന്നിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. അതെ, ചേച്ചി പാവമായതുകൊണ്ടാ. എന്റെ അടുത്തെങ്ങാനും അമ്മായി വഴക്കമായിട്ട് വന്നാലേ ഈ അപ്പു ശരിക്കും ആരാന്ന് അവരറിയും. ആഹാ, മതി, നീ എഴുത്. കണ്ടില്ലേ അമ്മേ, ഋതിക നന്നായി എക്സാം എഴുതി കാണുമെന്ന് അവരുടെ വിചാരം. ആ സന്തോഷം കണ്ടില്ലേ? സന്തോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. രാജു, ഇവരെന്താ ഒന്നും പറയാത്തെ? എത്ര നേരമായി? എനിക്ക് പേടിയാവുന്നടാ. നീ പേടിക്കാതെ പ്രിയേ. എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ ഐശുവിനെ രക്ഷപ്പെടുത്തും. നീ സമാധാനിക്ക്. ഡോക്ടർ, ഐശുവിന് എങ്ങനെയുണ്ട്? സ്കാൻ റിപ്പോർട്ട് വന്നു. കുട്ടിയുടെ തലയ്ക്കുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. ചെറിയൊരു ഇന്റേണൽ ബ്ലീഡിംഗ് കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ചിലപ്പോ ഓപ്പറേഷൻ നടത്തിക്കോളൂ ഡോക്ടർ. നിങ്ങൾ ആദ്യം 10 ലക്ഷം രൂപ കൗണ്ടറിൽ ഒന്ന് അടച്ചേക്കണം. 10 ലക്ഷം? ഓപ്പറേഷൻ നമുക്ക് പേയ്മെന്റ് ചെയ്ത ഉടനെ തുടങ്ങാം. 10 ലക്ഷോ? 10 ലക്ഷം? എന്താ ഡോക്ടർ ഈ പറയണത്? ഇത്രയും വേഗം 10 ലക്ഷം രൂപ ഞങ്ങൾ എവിടുന്ന് കൊണ്ടു തരാനാ? നിങ്ങൾ ആദ്യം ഓപ്പറേഷൻ തുടങ്ങ്. കാശ് ഞങ്ങൾ എങ്ങനെയും എത്തിക്കാം, എങ്ങനെയെങ്കിലും. അങ്ങനെയൊന്നും ഓപ്പറേഷൻ നടത്താനാവില്ല. മാനേജ്മെന്റിന് അവരുടേതായ ചില പോളിസികളുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞ തുക പേ ചെയ്യും. എന്നാലേ ഫാർമസിയിൽ നിന്ന് എക്യുപ്മെന്റ്സും മരുന്നുകളും ഇവിടെ എത്തിക്കൂ. മാക്സിമം 1 അവർ. അതിൽ കൂടുതൽ ഡിലേ വരുത്തരുത്. അത് കുഞ്ഞിന്റെ ജീവൻ ആപത്താണ്. ഏട്ടാ, എവിടുന്നേലും കുറച്ച് കാശ് കൊണ്ടുവാ. നമ്മുടെ മോള്. അയ്യോ പ്രിയേ, എന്റെ കാശൊന്നുമില്ല. ചേട്ടാ, പാവം നമ്മുടെ മോള്. ചേട്ടനാ, സുശീലിനോട് ആരോടെങ്കിലും ഒന്ന് ചോദിക്കും. രാജു എവിടുന്നെങ്കിലും കുറച്ച് കാശ് കൊണ്ടുവരും.
ചേട്ടനൊന്ന് പോ ചേട്ടാ, നമ്മുടെ മോള്. അവരോടൊക്കെ ഞാൻ എങ്ങനെയാ പ്രിയെ കാശൊക്കെ ചോദിക്കുന്നത്? ഇതാ, കുറച്ചു നേരം മുമ്പ് നീ എന്താ പറഞ്ഞത്? നിന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും അവളെ രക്ഷിക്കുന്നല്ലേ? എന്നിട്ട് നീ ഇപ്പൊ എന്താ പറയണേ? അതച്ചാ എന്റെ കാശില്ല അച്ഛാ. അച്ഛന്റെ കാര്യം ചെയ്, എനിക്ക് തരാനുള്ള സ്ത്രീധന തുക താ. ഞാൻ ആ കാശ് ആശുപത്രി അടച്ചോളാം. കയ്യിലുണ്ടെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് അറിയില്ലേ?